Any more questions? கடவுள் இருக்காரா இல்லையா? கடவுள்னா யார்? പക്ഷെ മാസ്റ്ററിന് ചേരുന്നുണ്ട് കേട്ടോ. എന്റെ സത്യം പറഞ്ഞാൽ മാസ്റ്ററിന് ഗെയിമിംഗ് ഫീൽഡിലൊന്നും വന്നില്ലായിരുന്നെങ്കിൽ ഞാൻ പറഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തരങ്കിണി നാടകം ഉണ്ടല്ലോ, നാടകം തരങ്കിണി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് നാടകത്തെ മാസ്റ്ററിനെ അഭിനയിക്കാൻ പോനെ. അതുകൊണ്ട് മാസ്റ്ററിന് ചേരുന്നുണ്ടല്ലേ കൃഷ്ണനായിട്ട്. അതാണ് മാസ്റ്ററിന് അഭിനയിക്കാൻ ഒരു ഇതൊക്കെ ഉണ്ട്, വശമൊക്കെ ഉണ്ട് കേസ്. ഞാൻ ഇനി എന്റെ ഒരു അഭിപ്രായം പറയട്ടെ. സ്ട്രീമിങ്ങും ഈ സ്ട്രീമിംഗ് പോട്ടെ, RP എന്ന് പറയുന്ന സാധനം ഇല്ലായിരുന്നെങ്കിൽ ഇവൻ വാർക്കപ്പണിക്കും എല്ലാം പോകേണ്ടവനാണ്. മനസ്സിലായോ? അതിന് പോകാനുള്ള കഴിവുണ്ടോന്ന് പറയാം. അതിന് പോകാൻ പ്രത്യേകിച്ച് നല്ല കഴിവും അധ്വാനവും വേണം. ഇവൻ എന്തിനു പോയേനെ? +2 വരെ പോലും പഠിച്ചിട്ടില്ല. ഇവൻ എന്തിനു പോയേനെ? ഇവൻ അങ്ങനെ ഒരു ഇപ്പൊ RP എന്ന് പറയുന്ന സാധനം ഇല്ലായിരുന്നു ഇവൻ തൂങ്ങിച്ചത്തേനെ. ഇവൻ ഒരു സംശയം അതൊക്കെ സ്കില്ല് വേണ്ടുന്ന ജോലികളാണ്. അതൊക്കെ സ്കില്ല് വേണ്ട ജോലികളാണ്. മനസ്സിലായ? വായ്ത്താളം വെച്ചിട്ട് ചെയ്യാം. കഴിഞ്ഞിട്ട് അണ്ണനെ പറയാനുണ്ട്, വേറെ വീഡിയോ ഉണ്ട്. എന്താ കൊതുകോലിട്ടിരിക്കണ? ഇതെവിടെ കിട്ടും? എത്ര രൂപയാവും ഇതിന്? എത്ര കാശാവും ഇതിന്? ഇതിന് ലിങ്ക് കേട്ടോ. ഇതാരിട്ടത്? എനിക്കിതുപോലെ മൗസിനും കീബോർഡിനും പ്രത്യേകിച്ച് 2 വേണം. അയ്യോ, ഫ്യൂച്ചർ കേരള. ആ അവസ്ഥയായി ഇപ്പൊ കാര്യങ്ങളൊക്കെ. എടാ, പെമ്പിള്ളേർക്ക് ഫ്രീ ടിക്കറ്റ് ആണെന്ന് നീ ഇടയ്ക്ക് ബസ്സെല്ലാം പോയോടാ സൈഡാസേ? ഞാനാണല്ലേ എന്ത് തോന്നിയാ ബ്രോ പറയണേ. ട്രാൻസ്ജെൻഡേഴ്സിലുണ്ട് കേട്ടാ. ഇരിക്കണ്ടല്ലേ ഫ്രീ ആയിട്ട് കിട്ടിയില്ലടാ നിക്കോണേ കള്ളക്കട. നടുക്കിയ ഈ ദുരന്തത്തിൽ രക്ഷാപ്രവർത്തനം നടത്തുന്ന ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർക്ക് ചാക്കിൽ കെട്ടിയ നിലയിൽ അഴുകിയ ഒരു മനുഷ്യ ശരീരവും കൂടി ലഭിച്ചു എന്നതാണ് ഈ നിമിഷത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. മോർച്ചറിയിൽ ചത്തളിഞ്ഞു കിടക്കുന്ന നിന്റെ മോനെ വേണേ കൂടവാ കത്തിക്കാനെങ്കിലും തന്നുവിടാടാ. ആ ആനക്കുട്ടിക്ക് വേണ്ടി ഏതൊറ്റക്കൊമ്പം വന്നാലും. എടാ, എനിക്ക് അറിഞ്ഞൂടാ ഈ BGM എന്തിലിട്ടാലും ഭയങ്കര സിങ്ക അല്ലെ? എന്തോ നമ്മൾ അത്യാവശ്യം മാസ് കണ്ട എല്ലാ മാസോ അല്ലെങ്കിൽ കുറച്ച് ഇമോഷൻസ് ആയിട്ടുള്ള എന്ത് സീനിലിട്ടാലും ഈ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഭയങ്കര സിങ്ക്. ഇതൊരു ഭയങ്കര ചില സാധനങ്ങൾ വേറെ ഒന്നിലും ഇട്ടാ ചേരൂല. ഇത് എന്തിലിട്ടാലും അടിപൊളിയാ. ചെറുക്കനെ നീ കൊന്നതാന്ന് ഞാൻ വരുത്തു. കൂടെ നീ വന്നില്ലേ? സകല വ്യാളി പിള്ളേർക്കും കൈപ്പണിക്കുള്ള ചരക്കായി നിന്റെ മോളെ ഞാൻ മാറ്റും. പക്ഷെ ഞാൻ വേറെ കാര്യം പറയണം, പുള്ളി എന്ത് കിടില നാച്ചുറൽ ആക്ടിങ് ആയിരുന്നല്ലേ ഇങ്ങേര്. ഭയങ്കര അടിപൊളിയായിരുന്നു, പറയാതിരിക്കാൻ വയ്യ. പുള്ളിയുടെ ഒരു എന്ന് വെച്ചാൽ ഭയങ്കര നാച്ചുറൽ ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും. എന്തൊക്കെ പറഞ്ഞാലും ഈ വില്ലന് ഭയങ്കര ഫാൻ ബേസ് ആയി. അത് കഴിഞ്ഞ ഭയങ്കര ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഒരുപാട് മറ്റേ വില്ലനാണെന്നുള്ള മറ്റേ ദേഷ്യം ഇതൊന്നും മുഖത്ത് കാണിക്കണ്ട. ഭയങ്കര കൂളായിട്ട് പുള്ളി ഒരു കിടില നെഗറ്റീവ് കഥാപാത്രത്തെ പ്രസന്റ് ചെയ്തിട്ടൊക്കെ പോയി. ഇനി ഞാൻ പറയും, നീയൊക്കെ കേൾക്കും. നിന്റെയൊക്കെ കൂട്ടത്തോട് പറഞ്ഞേരെ ഒറ്റ വീട് കാട് കയറിയുന്നു. ഈ സീനുണ്ടല്ലോ.
സത്യം പറഞ്ഞ ഞാൻ പറഞ്ഞ കുറെ ഞാൻ ഇത് ലൈവിൽ പറഞ്ഞിട്ടുണ്ടോ എനിക്ക് അറിഞ്ഞൂടാ. ഒന്നാമത്തെ കാര്യം, ഞാൻ ലാലേട്ടൻ ഫാനാണ്. എനിക്ക് കാണാൻ ആഗ്രഹമുള്ള ഒരു ലാലേട്ടൻ ഉണ്ടായിരുന്നു, മുണ്ടൊക്കെ കൊടുത്ത്, പിന്നെ ഇങ്ങനത്തെ ഒരു അപ്പിയറൻസ്, ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ. ഞാൻ ഈ ഫിലിം കണ്ടു കഴിഞ്ഞതിന് ശേഷം നേരെ പോയി തരുൺ മൂർത്തിക്ക് മെസ്സേജ്, താങ്ക് യു സോ മച്ച് ഇങ്ങനെ ഒരു ക്യാരക്ടറിനെ കൊണ്ടുവന്നതിന് ഇതാക്കിയെന്ന്. പുള്ളി റിപ്ലൈ ഒക്കെ തന്നായിരുന്നു. എന്നുവെച്ചാൽ ഒരു ലാലേട്ടൻ ഫാൻ എന്നുള്ള രീതിയിൽ എനിക്ക് മറ്റേ പുള്ളി 100 പേരെ അടിക്കുന്നതിനകത്തൊക്കെ കാളും എനിക്കിപ്പം ദൃശ്യോ ഇതുപോലത്തെ ക്യാരക്ടേഴ്സ് ലാലേട്ടൻ ചെയ്ത് കാണുന്നതാണ് എനിക്ക് ഇഷ്ടം. സത്യമായിട്ടും നിങ്ങൾക്കൊക്കെ എങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. എൻ്റെ ഒരു ഇത് പറഞ്ഞതാ. എനിക്ക് ഇവര് മമ്മൂക്ക ആണേലും ലാലേട്ടൻ ആണേലും ഒക്കെ ഇനി ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ ചെയ്ത് കാണുന്നതിലാണ് സന്തോഷം. എന്താ എന്റെ കല്യാണത്തോട് കോമാളിനെ കളിക്കണം. ആറ്റിനെ കണ്ടത് സോച്ചിനെ കണ്ടത് ഞാനാണ്. അപ്പനും മോനും കേട്ടോ പെഗ്ഗിനൊക്കെ അടി. വി മിസ് ദിസ് കോംബോ ടീക്ക്. എല്ലാവർക്കും ഒരു സൂപ്പർ ഹീറോ മൊമെന്റ് ഉണ്ട്. എൻ്റെ ചേട്ടൻ്റെ സൂപ്പർ പവർ ഞാൻ തിരിച്ചറിഞ്ഞ മൊമെന്റ് ആയിരുന്നു ഇത്. ചേട്ടൻ്റെ കണ്ണിൻ്റെ ഒരു പവറേ. ഈ പെരുമഴയത്ത് ഇത്ര ഈസി ആൻഡ് സിമ്പിളായിട്ട് വണ്ടി ഓടിക്കണമെങ്കിൽ ചേട്ടനൊരു പ്രോ ഡ്രൈവർ തന്നെ. പുല്ല് ഒരു വകയും കാണാനും വയ്യ. റോഡ് ഏതാ വീട് ഏതാന്നൊരു പിടുത്തവും ഇല്ല. അത് വരെ പോവാം. എന്താ അത്? KSRTC ആയിരുന്നു. ഞാൻ കരുതി അർജന്റീനയുടെ കൊടിയാരാ വിരിച്ചിട്ടിരിക്കുകയാണെന്ന്. ഇപ്പൊ കൊണ്ട് കയറ്റി. അത് ശരിയല്ലേ? മറ്റേ വെള്ള KSRTC അർജന്റീനയുടെ കൊടി ഒരുപോലല്ലേ ഇരിക്കണേ? എന്തൊക്കെ കേക്കാം. ഇങ്ങനൊരു വണ്ടി ഞാൻ കണ്ടില്ലല്ലേ. ഇവനൊക്കെ എവിടുന്ന് പൊട്ടിമുളച്ച് പറഞ്ഞത്? എന്റെ പൊന്നു വണ്ടി എനിക്കൊരു മണ്ണും പിണ്ണാക്കും കണ്ടുകൂടാ. ഒരു മിഥ്യാധാരണ. ഇപ്പൊ മഴയത്ത് വണ്ടി ഞാൻ പറഞ്ഞില്ല അന്ന് വീട്ടിൽ നിന്നപ്പം KSCBക്കാരനെതിരെ ഒരു വമ്പൻ, എന്റെ ഒരു സമയം വെച്ചിട്ട് ഒരു 5 കേസാണ് ഞാൻ ഒഴിവാക്കിയത്. വണ്ടി വളവിൽ വന്ന് കണ്ണ് ഏതാ ഇന്ന് റോഡൊന്നും തിരിച്ചറിയ പോലും ഇല്ല. 5 പോസ്റ്റ് ആയിരുന്നു ജസ്റ്റ് മിസ്സിന് എല്ലാ വളവിലും. പോവേണ് നിന്നെ നീ തന്നെ കാത്തോളണേ. വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോ തന്നെ ഫോണില് മെസ്സേജ്, ആലപ്പുഴ, ഇടുക്കി, കൊല്ലം, പത്തനംതിട്ട, എറണാകുളം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ സ്ഥലങ്ങളിൽ ഇന്ന് രാവിലെ മുതൽ രാത്രി വരെ കണ്ണ് കാണാൻ പറ്റാത്ത മഴയായിരിക്കുമെന്ന്. അതുവരെ ഒരു കുഴപ്പമില്ലായിരുന്നു. വീട്ടിൽ ചൊറിയും കുത്തിയിരുന്നപ്പോ വെയില് നട്ടു തലയിലടിക്കണ വെയില്. വണ്ടി എടുത്ത് ഇറങ്ങിയപ്പോഴത്തേക്കിന് മറ്റേ മഴയും വെള്ളപ്പൊക്കം. ഇവിടെ ഒരു റോഡ് ഉണ്ടായിരുന്നല്ലോ, തീർന്ന തൽക്കാലം ഇങ്ങോട്ട് പോവാം. സമാധാനായി. ഒരു വണ്ടിയുടെ ബ്രേക്ക് ലൈറ്റ് അല്ലേ കാണുന്നത്. കുറച്ചു നേരം ഇനിയിപ്പോ അതിന്റെ പച്ചപ്പം പിടിച്ചു. എന്റെ ചേട്ടൻ ഒരു സൂപ്പർ ഹീറോ തന്നെ. ഇതൊക്കെ ഒരു അവർ അവനെ വെല്ലുവിളിച്ചു, അവനെ നിശബ്ദരാക്കി. നമ്പർ 7 വിധി എഴുതാൻ വന്നവരോട് അവനൊരു കഥ പറഞ്ഞു. ഈ വോയിസ് മറ്റേ പുള്ളിയുടെ അല്ലേടാ, മറ്റേ മഹാഭാരതം മറ്റേ അതെല്ലാം നമ്മളത് ഇടയ്ക്ക് ക്ലിപ്പ് കാണാറുള്ള ഡബ് ചെയ്യണ ആ പുള്ളിയുടെ അല്ലേ? സൗണ്ടിന്റെ ബേസ് വെക്കട എന്റെ പോലെ തന്നെ അല്ലേ? അവരെ വെല്ലുവിളിച്ചു, അവൻ അവരെ നിശബ്ദരാക്കി. നമ്പർ 7 വിധി എഴുതാൻ വന്നവരോട് അവനൊരു കഥ പറഞ്ഞു. കഠിനാധ്വാനത്തിന്റെ, വിയർപ്പിന്റെ, കണ്ണീരിന്റെ കഥ. അവർ അവനെ വെറും ഒരു കളിക്കാരനായി മാത്രം കണ്ടു. പക്ഷേ ചരിത്രം അവനായി മാറ്റിവെച്ചത് മറ്റൊരു സിംഹാസനമായിരുന്നു. അറ്റ്ലാന്റിക്കിന്റെ തീരത്തു നിന്നും ലോകം കീഴടക്കാൻ പുറപ്പെട്ട ഒരൊറ്റ പേര്. എടാ ഇതാണോ മറ്റേ പിള്ളേര് ചെയ്ത ട്രാക്ക്? ഇതാണോ അത്? രണ്ടുപേര് അതോ ഇത് മറ്റേ ഒഫീഷ്യൽ സോങ് ആണോ? ഏടാ ഇത് സ്പീഡിന്റെ പാട്ടാണോ അത്? അതോ സ്പീഡിന്റെ പാട്ടാണോ ഇത്? ആ സ്പീഡിന്റെ പാട്ടല്ലേ? ആ ഓക്കെ ഓക്കെ.
ഫിഫയുടെ വീഡിയോ ഒക്കെ വരുമ്പോ കട്ട് ചെയ്തിടാം, മലയാളി ഫാൻസ് കട്ട് ചെയ്തിടാം. വലിയ ഇത് എന്നാലും കൊള്ളാം, കുഴപ്പമില്ല. സിങ്ക് ഉണ്ട്. പക്ഷെ വീഡിയോ മിസ് ചെയ്യാൻ നോക്കണം. ഇതാണ് വേൾഡ് കപ്പ് നേടിയ ഫോട്ടോന്റെ താഴത്ത് കമന്റ് ഇട്ടിരിക്കുന്ന ആരൊക്കെയാണെന്നറിയോ? ഫേസ്ബുക്കിന്റെ ഒഫീഷ്യൽ പേജ്, യൂട്യൂബിന്റെ ഒഫീഷ്യൽ പേജ്, വേൾഡിലെ എല്ലാ ഫുട്ബോൾ ലെജൻഡ്സും അദ്ദേഹത്തിന്റെ താഴത്ത് കൺഗ്രാജുലേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നെ ഏറ്റവും കൂടുതൽ എന്റെ ഹൃദയത്തെ ആനന്ദിപ്പിച്ച വീഡിയോ എന്ന് പറയുന്നത് 2014 അർജന്റീനയും ജർമ്മനിയും ഫൈനലിൽ വന്നപ്പോ എക്സ്ട്രാ ടൈമിൽ 118ാമത്തെ മിനിറ്റിൽ അർജന്റീന ആരാധകരുടെയും മെസ്സിയുടെയും ഹൃദയം തകർത്തുകൊണ്ട് ഗോളടിച്ച മരിയോ ഗോഡ്സെ. ആ ഗോഡ്സെ ഇന്നലെ ലൈവ് കളി കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഫൈനലിൽ മെസ്സി ഗോളടിച്ചപ്പോഴും അർജന്റീനയ്ക്ക് വേണ്ടി ആ ഫൈനൽ പെനാൽറ്റി എടുത്തപ്പോൾ അയാളും മകനോട് തുള്ളിച്ചാലാണ്. അയാൾ പറയുന്നു, മെസ്സി നീ ഇത് പണ്ടേ അർഹിച്ചിരുന്നു. എങ്ങനെയാണ് ശത്രുക്കൾ പോലും സ്നേഹിക്കുന്ന രീതിയിൽ ഒരാൾക്ക് വളരാൻ പറ്റുക? മെസ്സി ഫാൻസ് സന്തോഷമായ, മെസ്സി ഫാൻസ് സന്തോഷമായ. The real goat അത്. ഏത് ഓർഗണ, ഏത് ഫ്ലാറ്റ്, ഏത് ഓർഗ്? MR സെറ്റ് എന്നൊരു ഓർഗില്ല. ഈഗിളും ടീമും കളിച്ച് അവരെ പണ്ടത്തെ ഗെയിമിംഗ് കമ്മ്യൂണിറ്റി MR സെറ്റ് എന്നല്ല. രാജാവിന് വഴിയൊരുക്കും. എന്റെ ജീവിതത്തിലെ ഫസ്റ്റ് ഒരു ഗെയിമിംഗ് മീറ്റ് ആയിരുന്നു കഴിച്ചത്. എന്റെ അമ്മോ എന്ത് രസമായിരുന്നു അറിയാം ആ സമയത്ത്. ഞാൻ ആ ക്യാമറ ഒക്കെ എടുത്ത സമയം എന്റെ മോന്റെ എല്ലാരും നോയ്സി, രഞ്ജി ചേട്ടന്, ഡ്രീമർ, വെനം, ഡിങ്കൻ, നോയ്സി പോയി, റസിൻ, മറ്റേ പുള്ളി ടോണിയല്ലേ? ഇത് ടോണിയാ, ടോണി. അതെ, പേരാലോചിച്ചോണ്ടിരുന്നത്. ഇത് ആരായിരുന്നു ഓർക്കണില്ലേ ഞാൻ. ടോണി അതാണോ ടോണി? അപ്പൊ ഇതാര ബി? ഇത് ബിയാ. ഇതാ ബി. ഇത് MRC ബിയും ഇത് ടോണിയാന്ന് തോന്നുന്നു. ഇത് ടോണി തന്നെയാണോന്ന് എനിക്ക് സംശയമുണ്ടേ. ബോസ്റ്റനെ പറഞ്ഞില്ല. ബോസ്റ്റന്റെ തൊപ്പി വന്നില്ല കഴിച്ച്. ഈ മീറ്റപ്പിന് തൊപ്പി ഇല്ലായിരുന്നു. പക്ഷെ ഈ വ്ളോഗിൽ നമ്മൾ തൊപ്പിയെ വീഡിയോ കോൾ ചെയ്യുന്നുണ്ട്. ആ സമയത്ത് തൊപ്പി MRCയിലുണ്ട്, പക്ഷെ മീറ്റപ്പിന് വന്നില്ല. മനസ്സിലായ? ഇതെന്താ? Can this PC run Minecraft? ഇത് PC ആണ്. ഇത് എന്റെ അമ്മ, ഇതൊക്കെ എവിടെ കൊണ്ട് വെക്കൂടാ? മോണിറ്റർ വെക്കും. ഒരു റൂം വേണം ഇതിനൊക്കെ. എനിക്ക് ഇങ്ങനത്തെ കേസൊന്നും ഇഷ്ടമല്ലടാ, സത്യം പറയാലോ. എനിക്ക് ഇങ്ങനത്തെ കേസൊന്നും ഇഷ്ടമല്ല. സത്യമായിട്ട് എനിക്ക് ഇഷ്ടമല്ല, സത്യം പറഞ്ഞ. ഇങ്ങനത്തെ കേസുകൾ ഇഷ്ടമല്ല. കേസ് സിമ്പിള് ആണോ? ഓർക്കുന്നില്ല രോമാഞ്ചം. ഏത് കളിയാ? ഇന്ത്യ 29 runs from 10 balls. ഇന്ത്യ പാകിസ്ഥാൻ വാർ, ദ റിയൽ വാർ. എടാ ഇതിലല്ലേടാ കോഹ്ലിയുടെ ഒരു സ്ട്രൈറ്റ് ഡ്രൈവ് ഷോട്ട് ഉള്ളത്? അത് ഈ കളിയിലല്ലേ? ഈ കളിയിലാന്ന് തോന്നുന്നേ. ഈ കളിയിലല്ലേ അത്? ശരിക്കും എടാ പണ്ട കളികൾ വാർ നടക്കൂല, ശരിക്കുള്ള യുദ്ധം. അതായിരുന്നു ഇന്ത്യ പാകിസ്ഥാൻ മാച്ച്. എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. എന്റെ പപ്പയൊക്കെ ഉണ്ടല്ലോ, ഭയങ്കര ഇന്റൻസിറ്റിയിൽ ഇരുന്ന് കാണുന്നതൊക്കെ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. എന്റെ അമ്മോ.
പാകിസ്ഥാനായിട്ട് വരുമ്പോ പ്രത്യേകിച്ച് ഭയങ്കര അഗ്രഷൻ കാണിക്കും കോഹ്ലി. ഫീൽഡിലും ഇപ്പൊ ഇനി എന്തിനു വന്നാലും കോഹ്ലി കാണിക്കുന്ന ഒരു അഗ്രഷൻ ഉണ്ട്. ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങൾ അറിയത്തില്ല. ആ കോഹ്ലി ഭയങ്കര അഗ്രഷൻ. കോഹ്ലി മാത്രല്ല, ഒരു കളിയൊക്കെ തോറ്റ് കഴിഞ്ഞിട്ട് തിരിച്ചൊക്കെ വന്നു കഴിയുമ്പോ ഇന്ത്യ കാണിക്കുന്ന ഒരു അഗ്രഷൻ ഉണ്ട്. എന്റെ അമ്മോ. കിടില വീഡിയോടാ, എന്ത് രസമല്ലേ. ഞാൻ ഓർത്ത് എന്റെ കണ്ണ് കുറച്ചു മുമ്പ് പറഞ്ഞോളാം, എന്റെ കണ്ണിൽ ഒരു കുഴപ്പമില്ലെന്ന്. ഞാൻ ഓർത്ത് എനിക്ക് മാത്രം കാണുന്നില്ലെന്ന് പറഞ്ഞ് എത്തിയൊക്കെ നോക്കിയതാ ഞാൻ. കണ്ടില്ലേ? നീയൊക്കെ പുലിയെ കണ്ടില്ലേ? എല്ലാരും കണ്ട? നിങ്ങളൊക്കെ പുലിയെ കണ്ടിട്ടില്ലേ? കാണാം, ഇത് കാണാം. കുറച്ച് പുലി മൊത്തം നീ എല്ലാം പുലിയെ കണ്ടു പോയാൽ മതി. ഈ വീഡിയോ ഇട്ടവനെ കണ്ടുപിടിച്ചിട്ട് ഇവനെ ഒരു ദിവസം ഫുള്ള് കരിമ്പുലിയെ കാണിച്ചു കൊടുക്കണം എനിക്ക്. നെഗറ്റീവ് ഒന്നും അല്ലടാ, അവൻ ഔട്ട്ലൈൻ എന്തോ മാത്രം വരച്ചതാ. ഇത് നെഗറ്റീവ് തന്നെയാണോ? നെഗറ്റീവ് ആട്ടല്ലേ? ആ ശരി നെഗറ്റീവ് ആട്ട. ആ മേലത്തെ അത് കണ്ടാ മനസ്സിലായി, നെഗറ്റീവ് ആട്ട. കൊള്ളാം ബ്രോ, അടിപൊളി. അപ്പൊ നമുക്ക് ഈ ഒരു വീഡിയോ കണ്ടിട്ട് നമ്മള് ലെറ്റ്സ് ഗോ. ഓൾ ദി ബെസ്റ്റ് സൊല്ലാം. ഓക്കെ. ഒന്നുകൂടെ പറയാം എല്ലായിടത്തും, എന്റെയും വിജയണ്ണന്റെയും ബർത്ത്ഡേ ഒരേ ദിവസമാണ്, ജൂൺ 22. എല്ലാരും സ്റ്റോറി ഇടണം, വിഷ് ചെയ്യണം. അല്ല അത് താല്പര്യമില്ല. സ്റ്റോറി ഇട്ടാ മതി. സ്റ്റോറി ഇടണം, വിഷ് ചെയ്യണം. നല്ല ഫോട്ടോകളൊക്കെ സ്റ്റോറി ഇടുക. പഴയ അപരാധമൊന്നും പൊക്കിക്കൊണ്ട് വരാതെ നല്ല 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 സ്റ്റോറികളൊക്കെ എടുത്തിടുക, മെൻഷൻ ചെയ്യുക, വിഷ് ചെയ്യുക. സന്തോഷം മാത്രം. പിന്നെ സർപ്രൈസ് ആയിട്ട് വീട്ടിലോട്ട് നീ എവിടെ വേറെ എവിടെയെങ്കിലും പോയാൽ മതി, എന്റെ അടുത്തോട്ട് വരണം. ഞാൻ ബർത്ത്ഡേ ഇടന്ന് എവിടാന്ന് പോലും ആരുടെ അടുത്ത് ഞാൻ പറയത്തില്ല, മനസ്സിലായോ? ഞാൻ 2 ദിവസം മുമ്പ് ഇല്ല 2 ദിവസം മുമ്പ്